ഹായ് ഗൈസ്, ലാസ്റ്റ് വീക്ക് നമ്മൾ രണ്ട് സ്വിംഗ് ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. വേദാന്ത ലിമിറ്റഡിലും അതേപോലെ ടാറ്റ സ്റ്റീലിലായിരുന്നു നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ട് ട്രേഡും നമുക്ക് ഈ ഒരാഴ്ച കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റി, ക്ലോസ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ഈ രണ്ട് ട്രേഡിന്റെയും ട്രേഡ് സെറ്റപ്പ് നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഇതായിരുന്നു ഞാൻ വേദാന്ത ലിമിറ്റഡിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ട്രേഡ്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ക്ലിയർലി മാർക്കറ്റ് ഒരു ഫ്ലാഗ് പാറ്റേണിലാണ് ഫോം ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ ബ്രേക്ക് ആയ ഉടനെ എൻട്രി എടുക്കാന്നുള്ളതായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ടാറ്റ സ്റ്റീൽ നോക്കുമ്പോൾ നല്ലൊരു സപ്പോർട്ട് ഏരിയയിലോട്ടാണ് മാർക്കറ്റ് ഓവറോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയക്ക് എത്തുമ്പോൾ ഇവിടുന്ന് ബൈ ചെയ്യാന്നുള്ളതായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഫൈനലി ഇതാണ് നമ്മളെ വേദാന്ത ലിമിറ്റഡിന്റെ റിസൾട്ട്. ക്ലിയർലി നമ്മൾ പ്ലാൻ ചെയ്ത് ഏരിയയിൽ തന്നെ മാർക്കറ്റ് എന്തായി, ബ്രേക്ക് ആയിട്ട് നല്ല രീതിയിൽ നമ്മളെ ടാർഗറ്റിലോട്ട് പോയി. അതേപോലെ ഇതായിരുന്നു നമ്മുടെ ടാറ്റ സ്റ്റീലിന്റെ ഫൈനൽ റിസൾട്ട്. ഓക്കെ, ക്ലിയർലി മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ട് ഏരിയ റെസ്പെക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, നേരെ നമ്മുടെ ടാർഗറ്റിലോട്ട് എന്ത് ചെയ്തു, മാർക്കറ്റ് മൂവ് ആയി. നമ്മളെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരുപാട് മെമ്പേഴ്സ് ഈ രണ്ട് ട്രേഡിലോട്ട് എൻ്റർ ആയിട്ട് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കമ്മ്യൂണിറ്റിയിലോട്ട് ആർക്കെങ്കിലും ജോയിൻ ആവാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ DM us.